നമസ്കാരം. ദീപൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശുക്രൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. ചാനൽ ആദ്യമേ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ജ്യോതിഷത്തിൽ ശുക്രൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒരാളുടെ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളുടെയെല്ലാം കാരകഗ്രഹം ശുക്രനാണ്. സമ്പത്ത്, സ്നേഹം, പ്രണയം, വിവാഹം, ലൗകിക സുഖങ്ങൾ, ആഡംബര വസ്തുക്കൾ, ഗായകൻ, നർത്തകൻ, ശില്പി, അഭിനേതാവ്, വിനോദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഭംഗിയുള്ള പുഷ്പങ്ങൾ, മൃഷ്ടാന്ന ഭോജനം, സുഗന്ധദ്രവ്യങ്ങൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിലാണെങ്കിൽ അയാൾ എല്ലാത്തരം സുഖ സൗകര്യങ്ങളുടെയും ആഡംബരത്തോടെയും ജീവിക്കുന്ന ആളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശുക്രനാലുള്ള യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗത്തിലെ മാളവിക യോഗം. ഇടവം, തുലാം എന്നിവയാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഈ രാശികളിൽ ഒന്നിലോ ഉച്ചക്ഷേത്രമായ മീനം രാശിയിലോ ശുക്രൻ നിൽക്കുകയും ആ രാശികൾ ലഗ്നമോ ലഗ്നാൽ കേന്ദ്രഭാവങ്ങളോ ആയി വരികയും ചെയ്യുകയാണെങ്കിൽ മാളവിക യോഗം സംഭവിക്കുന്നതാണ്. ഈ യോഗമുള്ളവർ കലാകാരന്മാരും പ്രധാനമായും സിനിമ, സീരിയൽ, നൃത്തം തുടങ്ങിയ മേഖലകളിൽ വിരാജിക്കുന്നവരുമായിരിക്കും. ഇവരിൽ പലരും അതിസമ്പന്നരുമായിരിക്കും. ഇനി ജാതകത്തിൽ ശുക്രൻ എവിടൊക്കെ നിന്നാൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിന്നാൽ നല്ല ഫലം കിട്ടുമെന്ന് നോക്കാം. ശുക്രൻ ലഗ്നത്തിൽ, അതായത് 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 1-ാം ഭാവത്തിൽ നിന്നാൽ ജനിക്കുന്ന വ്യക്തികൾ ആകർഷകമായ സ്വഭാവ സവിശേഷതകളുള്ളവരും കാമുക സ്വഭാവമുള്ളവരും ഭാഗ്യവാന്മാരും വിഷയാസക്തി ഏറിയവരുമായിരിക്കും. ഇവർ കലാരംഗത്ത് തിളങ്ങുന്നവരും നല്ല ദീർഘായുസുള്ളവരും പുത്രസന്താനങ്ങൾ ഏറിയവരും വളരെ നല്ല ശരീരഭംഗിയുള്ളവരുമാണ്. ഇനി ശുക്രൻ 2-ാം ഭാവത്തിൽ അല്ലെങ്കിൽ ലഗ്നാൽ 2-ൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ സൗന്ദര്യമുള്ളവരും വലിയ കുടുംബത്തിൽ ജനിച്ചവരും സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും കവിതാവാസനയുള്ളവരുമായിരിക്കും. ഇവർ വലിയ സമ്പന്നരും അതുകൂടാതെ വിദ്യാസമ്പന്നരുമായിരിക്കും. മൃഷ്ടാന്നഭോജികളും ഒട്ടനവധി കൃഷിഭൂമിയുള്ളവരും നല്ല വാക്ചാതുര്യത്തോടു കൂടിയവരുമായിരിക്കും ശുക്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ. ശുക്രൻ ലഗ്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി സുഖവും ഗൃഹോപകരണ ലാഭവും ഭാര്യാസുഖവും കുറഞ്ഞിരിക്കുന്നവനായും സ്ത്രീകൾക്ക് അധീനനായും പരോപകാരത്തെ ചെയ്യാത്തവനായും കോപാധികത്തോടെ സംസാരിക്കുന്നവനായും ബുദ്ധിസാമർഥ്യം ഇല്ലാത്തവനായും ഭവിക്കുന്നതാണ്. ഇനി 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി സുഖവും ഉത്തമ ഗൃഹവും കളത്രസുഖവും വാഹനങ്ങളും വിദ്യയും ബന്ധുക്കളും വിശേഷ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അണിയുന്നവനായും സ്ത്രീജിതനായും ഭവിക്കുന്നതാണ്. 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ നല്ല ആഡംബര ജീവിതം നയിക്കുന്നവരും പ്രഭുത്വമുള്ളവരും വളരെ സമ്പത്തും സന്താനങ്ങളുള്ളവരായും സാമർഥ്യമുള്ളവനായും പൂജിതനായും സേനാനായകനായും ഫലം പറയുന്നു. കൂടാതെ ഇവർ നിരവധി വാഹനങ്ങളുള്ളവരും കലാസാഹിത്യ രംഗത്ത് ശോഭിക്കുന്നവരും നല്ല ദയാലുക്കളും സൽസ്വഭാവികളും പ്രസിദ്ധിയുള്ളവരും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവരുമായിരിക്കും. 6-ാം സ്ഥാനം ശുക്രൻ്റെ മോശം സ്ഥാനമായി പറയുന്നു.
ശുക്രൻ 6 നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരും പരസ്ത്രീകളിൽ താൽപ്പര്യമേറിയവരും ഭാര്യ നിമിത്തം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും ഭയമുള്ളവരും രോഗദുരിതങ്ങൾ അലട്ടുന്നവരും ആവശ്യമില്ലാതെ അപവാദങ്ങൾ ചെന്നുവിടുന്നവരും പണം ധൂർത്തടിക്കുന്നവരും മദ്യപാന സ്വഭാവമുള്ളവരുമായിരിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. ഇനി ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ ശൃംഗാരപ്രിയരും ഇന്ദ്രിയ സുഖങ്ങൾ നേടുന്നവരും ആയിരിക്കും. എന്നാൽ ഇവരിൽ പലരുടെയും ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അസന്തുഷ്ടമായിരിക്കും. ഇവർ പരസ്ത്രീ സക്തരായും ഭാര്യയോട് വേർപെട്ട് ജീവിക്കുന്നവരായും എന്നാൽ സൗന്ദര്യവും സൗഭാഗ്യവും സുഖവും അതുപോലെ തന്നെ സമ്പത്തുമുള്ളവരുമായിരിക്കും. 8, 9, 10 എന്നീ സ്ഥാനങ്ങൾ ശുക്രന് വളരെ നല്ലതായി പറയുന്നുണ്ട്. ശുക്രൻ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ വളരെ പ്രസിദ്ധരും ധനാഢ്യരും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നവരും വലിയ സുഹൃത്ത് വലയമുള്ളവരുമായിരിക്കും. ഇവർ പ്രൗഢിയും ദീർഘായുസുള്ളവരും പ്രഭുത്വമുള്ളവരും രാജകീയ സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരുമാണ്. കൂടാതെ ഒട്ടനവധി കൃഷിഭൂമികളുള്ളവരും നല്ല ഭാര്യാപുത്രന്മാരോട് കൂടിയവരും ഐശ്വര്യവും ബുദ്ധിശക്തിയുള്ളവരും ബന്ധുബലമേറിയവരുമായിരിക്കും ശുക്രൻ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ. 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ വസ്ത്രവ്യാപാര മേഖലയിൽ നിന്നും ധനം സമ്പാദിക്കുന്നവരായിരിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ശുക്രൻ 11ൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ജീവിതത്തിൻ്റെ പകുതിയിൽ ഉന്നതിയെത്തുന്നവരായിരിക്കും. ഇവർ കലാമേഖലയിലും വാഹനമേഖലയിലും നേട്ടം കൈവരിക്കും. കൂടാതെ അനേക സമ്പത്തും ഭൃത്യന്മാരുമുള്ളവരുമായിരിക്കും ഈ കൂട്ടർ. 12ാം ഭാവം പൊതുവെ നല്ല ഭാവമല്ല. എന്നാൽ 12 നിൽക്കുമ്പോഴും ശുക്രൻ നല്ല ഫലങ്ങൾ തരുന്ന ഗ്രഹമാണ്. ശുക്രൻ 12 നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ മൃഷ്ടാന്നഭോജികളും തടിച്ചിരിക്കുന്ന ശരീരവും മടിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവരുമായിരിക്കും. ഇവർ ബന്ധുക്കളോട് വേർപെട്ട് അന്യദേശവാസം ചെയ്യുന്നവരും ശയന സൗഖ്യമുള്ളവരുമായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അനിഷ്ടനാകുമ്പോൾ അഥവാ അനിഷ്ട സ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക എന്നതാണ്. സമൂഹ കേന്ദ്രീകൃതമാകേണ്ട മനസ്സ് പെട്ടെന്ന് വ്യക്തി മാറുന്ന അവസ്ഥയുണ്ടാകും. ഇന്ദ്രിയപരത മാത്രമാണ് ജീവിതമെന്നും ശരീരസൗഖ്യം മാത്രമാണ് സർവപ്രധാനമെന്നുമുള്ള ചിന്താരീതി വളരുന്നതാണ്. ഇത്തരക്കാർക്ക് സംഭവിക്കാവുന്ന ചില അവസ്ഥകൾ ഇപ്രകാരമാണ്. ജാതകൻ വിഷാദ രോഗത്തിന് അടിമയാകും. വളരെ പെട്ടെന്ന് വികാരവിധേയനാകും. ജീവിത പങ്കാളിയെ സംശയിക്കുകയും ഓജസ് അല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടമാകുകയും ചെയ്യും. പരസ്ത്രീകളിലുള്ള താല്പര്യം വർദ്ധിക്കുകയും ചൂതുകളി, ചീട്ടുകളി, വാതുവെക്കൽ എന്നിവയിലേക്ക് ഏർപ്പെട്ട് സമ്പത്ത് തുലയ്ക്കും. അനാവശ്യമായി പണം തൂർത്തടിക്കും. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടമാവുകയും ഏകാഗ്രത നഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നിലും വിജയിക്കാനാവാതെ പോകുന്ന അവസ്ഥയും ഉണ്ടാകും. അനാവശ്യമായി സമയവും അധ്വാനവും പണവും ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. ഇനി ഒരാളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശുക്രൻ അനിഷ്ടനാകുന്നത് എപ്പോഴൊക്കെ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ശുക്രൻ അനിഷ്ടനാകുന്നത് എന്ന് നോക്കാം. മേടം, വൃശ്ചികം, കർക്കിടകം, ചിങ്ങം, ധനു, മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ശുക്രൻ അനിഷ്ടനായി പറയുന്നു. കൂടാതെ ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, മകയിരം, ചിത്തിര, അവിട്ടം നാളുകാർക്ക് ശുക്രൻ അനിഷ്ടനാണ്.
അതുപോലെ തന്നെ ഗ്രഹനിലയിൽ ശുക്രന് സൂര്യചന്ദ്രന്മാരുടെ യോഗമോ ദൃഷ്ടിയോ വരികയോ ചെയ്യുമ്പോഴും ഗ്രഹനിലയിൽ ശുക്രൻ കന്നി, കർക്കടകം, ചിങ്ങം എന്നീ രാശികളുടെ സ്ഥിതി വരികയും ചെയ്താലും അനിഷ്ടനായി കണക്കാക്കുന്നു. ഗ്രഹനിലയിൽ ശുക്രൻ 6, 8 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ശുക്രന് 6, 8, 12, 2, 7, 11 എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വരുമ്പോഴും ഗോചരവശാൽ ശുക്രൻ 6, 7, 10 ഭാവങ്ങൾ സഞ്ചരിക്കുമ്പോഴും അനിഷ്ടനായി കണക്കാക്കുന്നു.